ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജനുവരി 30, 2025. നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, സംസ്ഥാന ടീമുകൾ തമ്മിലുള്ള ചതുർദിന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൻ്റെ അവസാന റൗണ്ട് മത്സരങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ടീമുകളെ 4 ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതുവരെ 4 ഗ്രൂപ്പുകളിൽ നിന്നായി വിദർഭ മാത്രമാണ് ക്വാർട്ടർ ഫൈനൽ സീറ്റ് ഉറപ്പാക്കിയിട്ടുള്ളത്. അവർ ബി ഗ്രൂപ്പിലാണ് ഉള്ളത്. അതേസമയം എ ഗ്രൂപ്പിൽ നിലവിൽ ഇപ്പോൾ ജമ്മു കാശ്മീരാണ് മുൻപിലുള്ളത്. അവർക്ക് 29 പോയിൻ്റ് ഉണ്ട്. അതേസമയം ബറോഡയും മുംബൈയും 2ാം സ്ഥാനത്താണ്. ഇന്ന് ആ ഗ്രൂപ്പിൽ നടക്കുന്ന പ്രധാന മത്സരങ്ങൾ ഒന്ന് കാശ്മീരും ബറോഡയും തമ്മിലാണ്. മറ്റൊന്ന് മുംബൈയുടെ മത്സരം മേഘാലയയുമായിട്ടാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ 3ാം സ്ഥാനത്താണെങ്കിലും ബോണസ് പോയിൻ്റോടുകൂടെ ജയിക്കാനായാൽ മുംബൈക്കും ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ബറോഡ കാശ്മീർ മത്സരത്തിൽ ഏതെങ്കിലും ഒരു ടീം തോൽക്കുകയാണെങ്കിൽ അവർക്ക് പുറത്താകാനുള്ള സാധ്യതയും ഉണ്ട്. ഇന്ന് എ ഗ്രൂപ്പിൽ നടന്ന മത്സരത്തിൽ മുംബൈ മേഘാലയ മത്സരത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ മത്സരം ദയനീയമായി പരാജയപ്പെട്ടു. ഈ മത്സരത്തിൽ അവരാരും കളിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ മേഘാലയ 86 റൺസിന് പുറത്തായി. അതേസമയം മുംബൈ 2 വിക്കറ്റിന് 213 റൺസ് എന്ന നിലയിലാണ്. മുംബൈക്ക് ബോണസ് പോയിൻ്റോടെ ജയിച്ചാൽ അവർക്ക് ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ബി ഗ്രൂപ്പിൽ നമുക്കറിയാം, വിദർഭ ക്വാർട്ടർ ഫൈനൽ ആൾറെഡി പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരെ മറികടക്കാൻ വേറൊരു ടീമിനും ഇനി കഴിയില്ല. 2ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഗുജറാത്താണ്. ഗുജറാത്തും ഹിമാചൽ പ്രദേശും തമ്മിലുള്ള മത്സരത്തിൽ ആരാണ് വിജയിക്കുന്നത് അവർക്ക് സാധ്യത ഉണ്ട്. സമനിലയായാലും ഗുജറാത്തിന് ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കാം. ഈ സി ഗ്രൂപ്പിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, 1ാം സ്ഥാനത്ത് 26 പോയിൻ്റോടെ ഹരിയാനയാണ് ഉള്ളത്. 2ാം സ്ഥാനത്ത് 21 പോയിൻ്റോടെ കേരളമാണുള്ളത്. 3ാം സ്ഥാനത്ത് 19 പോയിൻ്റോടെ കർണാടകയാണ്. കർണാടക 3ാം സ്ഥാനത്താണെങ്കിലും അടുത്ത മത്സരം ബോണസ് പോയിൻ്റോടെ ജയിക്കുകയാണെങ്കിൽ അവർക്ക് സാധ്യതകളുണ്ട്. അതേസമയം കേരളവും ബീഹാറും തമ്മിലാണ് മത്സരം. ഈ മത്സരത്തിൽ കേരളം വിജയിക്കുകയാണെങ്കിൽ കേരളവും ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കും. അതേസമയം 1ാം സ്ഥാനത്തുള്ള ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഒരു സമനില പോലും അവരെ ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കും. 2 ടീമുകളാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കുക. ഇന്ന് നടന്ന മത്സരത്തിൽ നമുക്കറിയാം, കേരളവും ബീഹാറും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കേരളം 9 വിക്കറ്റിന് 302 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിന് വേണ്ടി സൽമാൻ നിസാർ സെഞ്ചുറി നേടി 111 റൺസോടെ അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയാണ്. ഷോൺ റോജർ 59 റൺസും അക്ഷയ് ചന്ദ്രൻ 38 റൺസും MD നിതീഷ് 30 റൺസും എടുത്ത് പുറത്തായി. ബീഹാറിന് വേണ്ടി ഇന്ന് 8 പേര് ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾക്കൊഴികെ എല്ലാവർക്കും വിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സീസണിൽ സൽമാൻ നിസാർ മികച്ച ഫോമിലാണ്. രഞ്ജി ട്രോഫിയിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആദ്യ 2-3 മത്സരങ്ങളിൽ അദ്ദേഹം 90 എടുത്ത് പുറത്താകാതെ നിന്നിട്ടുണ്ടായിരുന്നു. 90 റൺസിലധികം. അതേപോലെ ഈ പ്രാവശ്യത്തെ മുഷ്താഖ് അലി ട്രോഫിയിലും മുംബൈക്കെതിരെ 99 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയും അദ്ദേഹം കേരളത്തെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും അതേ ഫോമിൻ്റെ തുടർച്ച തന്നെയാണ് കണ്ടത്. 111 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതെ നിൽക്കുന്നുണ്ട്. മറ്റൊരു മത്സരത്തിൽ ഹരിയാനയും കർണാടകയും തമ്മിലാണ് മത്സരം നടക്കുന്നത്.
കർണാടകയ്ക്ക് വേണ്ടി KL രാഹുൽ ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്കോർ കണ്ടെത്താനായില്ല. 26 റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി. അതേസമയം മായങ്ക് അഗർവാൾ 91 റൺസ് എടുത്തും ദേവദത്ത് പടിക്കൽ 48 റൺസ് എടുത്തുമാണ് പുറത്തായത്. പടിക്കൽ 43, മായങ്ക് അഗർവാൾ 91. ഇനി D ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തമിഴ്നാടാണ് ആ ഗ്രൂപ്പിൽ മുമ്പിലുള്ളത്. എങ്കിലും അവരും ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഉറപ്പാക്കിയിട്ടില്ല. തൊട്ട് പുറകിലുള്ള ടീമുകൾക്ക് ചണ്ഡീഗഡിനൊക്കെ സാധ്യത ഉണ്ട്. എങ്കിലും തമിഴ്നാട് തന്നെയാണ് കൂടുതൽ സാധ്യത. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ രഞ്ജി ട്രോഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.